നമസ്കാരം. ജാക്സൺ ജുഗതി. നമ്മളുടെ കേരളത്തില് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒരാളെ പണം പറ്റിക്കാം. കാരണം നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിങ്ങളുടെ പണം പറ്റിച്ചതിന് യാതൊരു തരത്തിലുള്ള നടപടികളും പോലീസ് സ്റ്റേഷനിൽ എടുക്കില്ല. അത് സ്വാഭാവികമായിട്ടും സാമ്പത്തിക കാര്യങ്ങളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ കോടതിയിലേക്ക് പോകണം എന്നുള്ളതാണ് അതിന്റെ ബേസിക് നിലപാട്. അപ്പൊ നിങ്ങൾ ഒരാള് 5,000, 10,000, 20,000 പറ്റിച്ചാൽ, വേണ്ട ഒരു 50,000 പറ്റിച്ചാൽ നിങ്ങളത് സഹിക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ കഴിയുക. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ അതിന്റെ പിന്നാലെ കോടതിയിലേക്ക് പോയാൽ നിങ്ങളുടെ വർഷങ്ങളും ഇതിനേക്കാൾ കൂടുതൽ തുക ഒരുപക്ഷെ വക്കീലും നിങ്ങളിൽ നിന്ന് ഈടാക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ നഷ്ടം വരും. നിങ്ങളുടെ ഒരു എന്താ പറയുക ലൈഫിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ മാറുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോ ചുരുക്കത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിക്കാനായിട്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിനെതിരെ ഒരു കർശനമായിട്ട് നിയമവ്യവസ്ഥകൾ കൊണ്ടുവരിക പോലെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങളൊരാള് എന്താ പറയുക സ്കാം ചെയ്ത സൈബർ തട്ടിപ്പാണെങ്കിൽ അത് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ച ഈ ആൾക്കാർക്ക് എവിടെയാണ് ഈ ബുദ്ധി ഇരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 100 രൂപ പോക്കറ്റ് അടിച്ചാൽ അത് കളവാണ്. നിങ്ങൾ പറഞ്ഞു പറ്റിച്ച ഒരാൾ 20,000 രൂപ മേടിച്ചാൽ അത് കളവല്ല, ചതിയല്ല, അത് വഞ്ചനയല്ല. അതിനെ ഒരിക്കലും, അതായത് കാശായിട്ട് മേടിച്ചാൽ ഓക്കെ, നോ പ്രോബ്ലം, അതിന് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു, ഞാൻ നിങ്ങളുടെ മൊബൈൽ എടുത്താൽ അത് കളവായി. അതായത് പണമായിട്ട് എടുത്താൽ കുഴപ്പമില്ല എന്നാണ് നമ്മുടെ സർക്കാരും നീതിന്യായ വ്യവസ്ഥയും പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കോടതിയിലൊക്കെ പോയി അതിന് കുറെ പ്രോസസ്സുകളൊക്കെ ചെയ്തെടുത്ത് വന്നാൽ എന്തെങ്കിലും നടന്നു. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് ഇത്തരത്തിലെ ആൾക്കാർക്ക് കൂടുതൽ തട്ടിപ്പ് നടത്താനായിട്ട് പറ്റുന്നു. പറഞ്ഞു വന്നത്, നമ്മളിവിടെ ഒരു ലോട്ടറിക്ക് സർക്കാരിന് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ സൂപ്പർ ലോട്ടറി ഉണ്ടായതൊക്കെ നിരോധിച്ചു പോയതാണ്. പ്രൈവറ്റ് ലോട്ടറീസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരാൾ വരുന്നു, ലോട്ടറി എന്ന് പറയുന്ന സാധനം ചെയ്യുന്ന അതേപോലെ അത് ബോബി ചെമ്മണ്ണൂര് അതിനെ കുറച്ചും കൂടി ലീഗൽ വേല് ഗിഫ്റ്റ് കൊടുക്കുന്ന സെഗ്മെന്റ്, സാധനത്തിന്റെ കൂടെ ഗിഫ്റ്റ് എന്ന രീതിയിൽ അത് സെഗ്മെന്റ് ചെയ്തിരുന്നു. ഇതിപ്പോ അതല്ല, ഒരാൾക്കതേ കടം കയറി ഇത്ര പേർക്ക് നമ്മൾ സാധനം മേടിക്കണം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കള്ള നറുക്കെടുപ്പ് നടത്തുന്നു. സ്വാഭാവികമായിട്ടും നാട്ടുകാർ മുഴുവൻ പറ്റിച്ചു. പക്ഷേ ഈ പറ്റിച്ച കേസ് 500, 1000 ആയതുകൊണ്ട് ആൾക്കാർ അതിന്റെ പിന്നാലെ മെനക്കെടാൻ നിൽക്കില്ല. കാരണം പരാതി കൊടുത്താൽ ഇതൊക്കെ സെറ്റിൽ ആവാൻ കുറെ മെനക്കെട് ഉണ്ടാവും. പോലീസുകാർ നമ്മളെ ഇട്ടിട്ട് പാട്ട്, നിനക്കറിയില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പാട്ടും പരാതി കൊടുക്കാൻ പോയവരെ. അവർക്ക് ഇതൊക്കെ അന്വേഷിക്കാൻ ഇഷ്ടമല്ല, അവർക്ക് പണിയെടുക്കാനേ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും, ഇപ്പം ഞാനായാലും എല്ലാവരും ആയാലും പണിയെടുക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കും. ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി.